ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് പൂരാടമാണ്. പൂരാടം എന്ന് പറയുമ്പം ഞങ്ങൾക്ക് നാട്ടിൽ ഇങ്ങനെ കുട്ടികളുടെ ഓണം എന്നാണ് പറയുക. അപ്പം ചെറുതായിരിക്കുമ്പം ഇങ്ങനെ കുട്ടികളാണ് ഈ പൂരാടം ദിവസം ആഘോഷിക്കാറുള്ളത്. കൂടുതലായിട്ട് കുട്ടി പൂരാടം എന്ന് പറയും. ഇന്ന് ഇവിടെ നമ്മൾക്ക് ഒരു കുട്ടി പൂരാടം ദിവസം ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം വിക്കിയാണ് പൂവൊക്കെ ഇടാമെന്ന്. അപ്പം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇന്ന് ഇടണമെന്ന്. അപ്പോൾ ഇന്ന് പൂ പറിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നതാണ്. പൂവൊക്കെ പറിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പൂവിടാം. അതിനുശേഷം ബാക്കിയുള്ള വ്ളോഗിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നെന്തേ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് തോർന്ന് കിടക്കുമായിരുന്നു. പക്ഷേ അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു രാത്രി നല്ല കാറ്റും ഉണ്ടായിരുന്നു. ദേ നമ്മുടെ ചെടികളൊക്കെ താഴെ വീണ്, ഭാഗ്യത്തിന് താഴോട്ട് പോയില്ല, ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്താണെങ്കിൽ കുഞ്ഞു മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. പിന്നെ നമ്മുടെ Q&Aയും ഗിവ് അവേനെ കുറിച്ചും അറിയാമല്ലോ. ഇതുവരെ ആരും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം. അവിടെ പോയിട്ടൊന്ന് ക്വസ്റ്റ്യൻസൊക്കെ കമൻറ്റ് ചെയ്തേക്കണേ, അത് മറക്കരുത്. പിന്നെ നമ്മൾ ഗിവ് അവേക്ക് ഞാനിപ്പം പ്ലാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ആമസോൺ കൂപ്പണായിട്ട് തന്നെ സെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇങ്ങനെ 3 പേർക്ക് 1000 രൂപയുടെ കൂപ്പണായിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിവിടുന്ന് ഗിഫ്റ്റ് എന്തെങ്കിലും ആയിട്ട് സെൻഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ കോവിഡിൻ്റെ കാരണം നമ്മൾക്കധികം പെട്ടെന്ന് കിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയാണ് ഇപ്പം ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട്, ഗിഫ്റ്റ് എങ്ങനെ വേണം എന്നുള്ളത്, അങ്ങനെ വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ വേണമെങ്കിൽ മാറ്റം വരുത്താം. ഇപ്പം കൂപ്പൺ ആകുമ്പം എല്ലാവർക്കും എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഓർത്തത്. അപ്പം ഞാനിപ്പം ബീൻസ് കുറച്ചൊക്കെ രാവിലെ തന്നെ നോക്കിയപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, താഴോട്ടാണ് പോയിരിക്കുന്നത് ബീൻസിൻ്റെ ചെടി. നമ്മൾക്കിവിടെ സ്ഥലം മുകളിലോട്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇന്നും ഒരു 5-6 ബീൻസ് കിട്ടിയേ. അപ്പോൾ അത് നമ്മൾ എടുത്തു വയ്ക്കുകയാണ്, ഓണത്തിന് എടുക്കാം. അപ്പോൾ ഇത് വിക്കി എഴുന്നേറ്റ് റെഡിയൊക്കെ ആയിട്ട് പൂ പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വിക്കി പൂ ഇടലിൻ്റെ തിരക്കിലാണ്. വെള്ളം ഒഴിച്ചിങ്ങനെ കൊടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ ചുമ്മാ വെച്ച് ഒട്ടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ അതുപോലെ ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മൾ രാവിലത്തെ കാര്യം നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയാണ്. മറ്റേ ഇഡ്ഡലി മാവ് ഉണ്ടല്ലോ ഇന്നലത്തെ, അത് തന്നെയാണ്, അത് ഉപയോഗിച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾക്ക് ചട്നിയും ഉണ്ട്, ഇന്നലെ ഉണ്ടാക്കിയ പുതിന ചട്നിയുണ്ട്, പിന്നെ മുരിങ്ങക്കറിയും ഉണ്ട്. അതൊക്കെയായിരുന്നേ ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊടിയും. ഇപ്പോൾ നമ്മളിങ്ങനെ ദോശയിലൊക്കെ ബട്ടർ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ആ ദോശയുടെ താഴ്ഭാഗം ഉണ്ടല്ലോ നല്ല ബ്രൗൺ കളറായിട്ട് വരും. ഇപ്പോൾ ഇത് ഇഡ്ഡലി മാവിൻ്റെ ദോശയല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിൽ ഉലുവയും അതുപോലെ പരിപ്പൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അത്ര കളറ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ബട്ടർ തേക്കുകയാണെങ്കിൽ ശരിക്കും നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഞാൻ പിന്നെ ഉച്ചക്കലത്തെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് പാൽപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിങ്ക് കളറിലുള്ള പാലട കൊണ്ടുള്ള പായസം. പാലട നമ്മൾക്ക് അന്ന് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, പിന്നെ അത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് പോരാണ്ട് ചവോരിയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് പാലൊഴിച്ച് പഞ്ചസാര ഇട്ടിട്ട് കുക്കർ മൂടി വെക്കുകയാണ്. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് വെക്കാൻ വേണ്ടിയിട്ട്. കുക്കർ വിസിൽ വരാതെ നോക്കണം. അപ്പം ആ സമയം കൊണ്ട് ചവോരി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണത്. അതിന് നമ്മൾ നല്ല തിളച്ച് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊന്ന് വേവിച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നെ പാലിലിട്ടിട്ട് അത് പെട്ടെന്ന് വെന്തോളും. അടയും നമ്മൾ ഓൾറെഡി വേവിച്ചതാണല്ലോ. അപ്പോൾ അത് രണ്ടും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതൊന്ന് നേരത്തെ വേവിച്ചെടുക്കുകയാണ്. ഈ ഒരു കളറൊക്കെ ഒന്ന് മാറി വരും നന്നായിട്ട്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് പകുതിയോളം ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് ഓഫ് ചെയ്യാം. എല്ലാം കറക്റ്റായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണമെന്നില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ചേന ഞാനൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ചേന ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ്. ഇനി ആ ചവോരിയൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അരിച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പം അതിൻ്റെ ആ ഒരു പശയൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടിക്കോളും. പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേന നമ്മുടെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്കിനി അത് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, പിന്നെ സവോള ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ലോണം വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ പാലിൻ്റെ കുക്കർ ആ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് ചെറിയ തീയുള്ള അടുപ്പായതുകൊണ്ട് നമ്മൾക്കത് അങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്ന് വെന്തോളും.
അപ്പം അത് ഞാനപ്പം ഇനി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി കുറച്ച് 1/4 ടീസ്പൂൺ ഇടുക, ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ഇടുക, പിന്നെ ചേന ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പ് ഞാൻ കുറച്ച് ഇടുന്നുണ്ട്, കുറച്ച് കുറവുള്ളതുകൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ചേന ഉപ്പേരി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പാല് എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം. സ്റ്റൗ ഇപ്പം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ആ ഒരു പ്രഷറെല്ലാം പോയതിന് ശേഷം വേണം എടുക്കാൻ. ഞാനിപ്പോൾ അത് ഇങ്ങനെ പൊക്കിയൊക്കെ കൊടുത്തിട്ട് അത് മാറ്റിയെടുക്കുകയാണ്. അത്രയും ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ്, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ മുഴുവൻ പ്രഷർ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി. ഇത് ഞാൻ കുറച്ച് കൂടുതൽ നേരം വെച്ചായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ടിരുന്നത്. ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല പിങ്ക് കളറായിട്ടുണ്ട്, പക്ഷെ പാലിന് കട്ടിയൊന്നും ആയിട്ടില്ല, എന്നാലും പിങ്ക് കളറ് മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് തിളപ്പിക്കുകയാണ്. അതിനുശേഷം അട വെച്ചിട്ടുണ്ടല്ലോ, ആ അടയും കൂടെ കുറച്ച് ചേർക്കുക ഇതിലോട്ട്. ഇത് ബാക്കി ഉണ്ടായിരുന്ന അടയാണ്, അതുകൊണ്ട് തന്നെ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾക്ക് സാബുദാനയും കൂടെ ചേർക്കാം, ചവ്വരിയും കൂടെ ഇതിലോട്ട് ചേർക്കാം. ഇനി ഇതൊന്ന് തിക്കാവുന്നത് വരെ നമ്മൾക്കൊന്ന് കുറുക്കിയെടുക്കണം. അങ്ങനെയാണ്, ഒരുപാട് അങ്ങനെ കുറുക്കിയെടുക്കണ്ട, എന്നാലും ഒരിച്ചിരി തിക്കാവണേ. അപ്പോൾ ഞാനിനി പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ എടുക്കാനാണ്. അപ്പോൾ ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റുകയാണ്. ഇത് നമ്മുടെ അടയും ഇത് ചവ്വരും ഒന്നും ഒട്ടിയിട്ടില്ല, നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കണ്ടേ. അപ്പോൾ ഇനി ഇതിങ്ങനെ ആ തീയിൽ കിടന്ന് ലോ ഫ്ലെയിമിൽ കിടന്ന് അങ്ങനെ അങ്ങ് കുറുകിക്കോട്ടെ. അപ്പോഴാണ് കറിവേപ്പില ഞാൻ അവിടെ എടുത്തു വെച്ചത് കണ്ടത്, മറന്നുപോയി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മുറിച്ചിട്ട് ഇടുകയാണ്. ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം നമുക്ക്. അപ്പോൾ ഇനി നമ്മൾക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പരിപ്പ് കറിയാണല്ലേ. അപ്പം ഇത് തന്നെ ഒരു പ്രത്യേക രുചി തന്നെയാണ്. എനിക്ക് ആലപ്പുഴയിലെ പരിപ്പ് കറിയാണ് കൂടുതൽ ഇഷ്ടം. ചിറ്റ ഉണ്ടാക്കും, അവിടുത്തെ ചിറ്റ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറിയാണ്. അതേപോലെ തന്നെ അവിടുത്തെ കറികൾക്കൊക്കെ ഒരു പ്രത്യേക രുചിയുണ്ട്. എന്ന് വെച്ചാൽ പാലക്കാടിൻ്റെ ടേസ്റ്റും ആലപ്പുഴയുടെ ടേസ്റ്റും രണ്ടും ഇച്ചിരി വ്യത്യാസമുണ്ടല്ലോ, ഇച്ചിരിയല്ല ഒത്തിരി വ്യത്യാസമുണ്ട്. അതുപോലെ വല്യമ്മ ഉണ്ടാക്കും, വല്യമ്മ അവിടെ കുക്കാണ്. അപ്പം വല്യമ്മയുടെ പുളിശ്ശേരി ഒക്കെ നല്ല ടേസ്റ്റിയാണ്. അതുമാത്രമല്ല, ഈന്തപ്പഴത്തിൻ്റെ അച്ചാറുണ്ട്, അത് ഞാൻ ഹോസ്റ്റലിലൊക്കെ ഇരിക്കുന്ന സമയത്ത് വല്യമ്മ കൊടുത്തയക്കും. അയ്യോ, അതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറയുമ്പം ഇപ്പോഴും ഉണ്ട് നാവിൽ, നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ മാത്രമല്ല, നമ്മൾ ഹോസ്റ്റലിലാകുമ്പോൾ അറിയാമല്ലോ, എന്നെക്കാളും വെയിറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരാണ്. ഞങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് വല്യമ്മയുടെ ഈന്തപ്പഴം അച്ചാർ വന്നു കഴിഞ്ഞാൽ അങ്ങ് ബ്രെഡിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കാറുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ചുമ്മാതെയും കഴിക്കും ഇങ്ങനെ. അത് നല്ല എരിവും മധുരവും പുളിയൊക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം പരിപ്പ് കറി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് എടുത്ത് കുക്കറിൽ ഇട്ടിട്ട് അതിലോട്ട് കുഞ്ഞുള്ളിയും പച്ചമുളകും കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. പിന്നെ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിലോളം വെച്ചാൽ മതി, നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഇത് ഞാൻ തേങ്ങ അരച്ച് ചേർക്കണില്ല, തേങ്ങ പാലാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പായസം നന്നായിട്ട് കുറുകി നല്ല പിങ്ക് കളറായിട്ട് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ വേറൊരു കാര്യം, ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ കുറുക്കി നാടൻ രീതിയിൽ കുറുക്കി എടുക്കില്ലേ, പാലിൽ ഞാൻ അടപ്രഥമൻ്റെ കാണിച്ചത് ആ ഒരു രീതിയിൽ, പാലട പായസത്തിൽ കാണിച്ചത് ആ ഒരു രീതിയിൽ എടുക്കുമ്പോഴാണ് ടേസ്റ്റിന് ഇച്ചിരി കൂടുതൽ നന്നായിട്ടുള്ളത്. എന്ന് വെച്ചാൽ സദ്യയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, സദ്യക്ക് കിട്ടുന്ന അതേ ടേസ്റ്റ് വരുന്നത് ആ ഒരു പായസത്തിനാണ്. ഇതിനകത്ത് ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഇല്ലെന്നല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി കുറവായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും എളുപ്പമല്ലേ നമ്മൾക്കിപ്പം കുക്കറിൽ, മറ്റേതിലാവുമ്പം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് കുറുക്കിയിട്ട് ശരിക്കും പിങ്ക് കളർ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാകുമ്പം നല്ല ഇതാണ്. അപ്പോൾ ഇനി എന്താ, നമ്മുടെ ആ വലിയ പപ്പടം ഉണ്ടല്ലോ അതാണ്. അപ്പോൾ അത് പ്ലേറ്റിൽ നമ്മുടെ ഇലയിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ പുട്ടിൻ്റെ ആ ഒരു അടപ്പെടുത്തിട്ട് ഇതൊന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുവാണ്. അപ്പോൾ അതാകുമ്പോൾ ഒരു കുഞ്ഞു പപ്പടമായിട്ട് കിട്ടും, വിക്കിക്കും പറ്റിയ പപ്പടമായിരിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമ്മൾക്ക് ചെറിയ പപ്പടം കിട്ടാത്തത് കൊണ്ട് പിന്നെ ഈ പപ്പടം തന്നെ ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു 3 എണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, അത്രയേ എടുത്തിട്ടുള്ളൂ. ബാക്കി പിന്നെ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, വിക്കിക്ക് മാത്രമായിട്ട് അങ്ങനെ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളൊന്ന് അവസാനമായിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുകയാണ്. അത്രയേ ഉള്ളൂ, നമ്മുടെ പരിപ്പ് കറി റെഡിയായി. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. പിന്നെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക, അതിന് ശേഷം ഇടുക. ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. ഇനി ഇതേ നമ്മൾ പപ്പടം കൂടെ കാച്ചിയെടുക്കുകയാണ്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഊണിൻ്റെ പരിപാടികളൊക്കെ റെഡിയായിട്ട് കഴിഞ്ഞു.
അപ്പോൾ നമ്മൾ അന്ന് വാങ്ങിയ വാഴയിലയിൽ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ട് അത് പ്ലേറ്റിലാണ് വെക്കുന്നത്. വിക്കിക്ക് കൊടുക്കുമല്ലോ. അപ്പോൾ ഞാനത് പ്ലേറ്റിൽ വെച്ച് കഴിയുമ്പോൾ പിന്നെ അവൻ അവിടെ ഇവിടെ അത് കളയില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ടാണ് വിളമ്പുന്നത്. അപ്പോൾ ചേനപ്പീരിയും പായസവും അതിൻ്റെ ഇടയിൽ കൂടെ ആൾ പപ്പടം എടുക്കാൻ നോക്കിയതായിരുന്നു. പിന്നെ ഞാൻ വേറെ പപ്പടം കൊടുത്ത് സമാധാനപ്പെടുത്തി. ഇനി അതിലോട്ട് ചോറും പരിപ്പ് കറിയും കൂടെ ഇട്ട് ഒഴിക്കുക. പരിപ്പ് കറി കഴിക്കുമ്പോൾ എപ്പോഴും ഒരു സ്പൂൺ നല്ല നെയ്യും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചിയായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞ് സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞു. നിങ്ങളും കുട്ടി പൂരാടമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മൾക്കിനി നാളെ ഉത്രാടമാണ്. അപ്പോൾ ഉത്രാടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ.